ഇപ്പോൾ പണ്ട് തൊട്ടേ അമ്മ അടുത്തുള്ള വീട്ടിലെ കുട്ടികളായിട്ട് എന്നെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുമായിരുന്നു. അവരങ്ങനെ പഠിക്കുന്നത് കണ്ടോ, ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടോ, അങ്ങനെ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഷറാണ്. അവർക്ക് തോന്നിയ പ്രശ്നങ്ങളെല്ലാം പറയും. ഇത് തന്നെ നുണക്കുഴിക്കും ഉണ്ടായി. നമ്മൾ 100 പേരുടെ മുമ്പിലേക്ക് ഈ സിനിമ കൊടുക്കുമ്പോൾ 100 ഒപ്പീനിയനാണ് വരുന്നത്. പല കാഴ്ചപ്പാടും പല പെർസ്പെക്റ്റീവിൽ സിനിമയെ പല രീതിയിൽ കാണുന്നവരുണ്ട്. എൻ്റെ കൂടെ ഒരു പടത്തിൽ അമൃതചേട്ടൻ അഭിനയിച്ചിട്ടുള്ളൂ, ഡിക്റ്റേറ്റീവ്. അന്ന് എന്നോട് പറയുന്നത്, ജിത്തു നല്ല ഹ്യൂമർ എന്ന് പറയുന്നത് സീരിയസ് ആണ്. ചില സിനിമകൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് നോക്കിയിട്ടല്ല. അപ്പം നല്ല സിനിമകളുടെ ഭാഗം ചെറിയൊരു പോർഷൻ പോലും ആണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. അത് പണം മാത്രമല്ല, അതിൽ നമുക്ക് വേറെ എന്തൊരു സാധനം അതിനകത്ത് നിന്ന് കിട്ടും. ഏതെങ്കിലും സൈക്കോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത്, അതിനകത്തൊരു സൈക്കോളജിസ്റ്റ് പറയുന്ന വലിയ ഡയലോഗൊക്കെ ഉണ്ട്, ഡിസ്കസ് ചെയ്തായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡിസ്കസ് ചെയ്യാതെയാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്ന്. ഞാനിരുന്ന് എനിക്ക് വായി തോന്നിയതൊക്കെ എഴുതി എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാട്. അല്ല, പക്ഷെ അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിലേക്ക് സ്വാഗതം. അപ്പോൾ August 15 നുണക്കുഴി തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ജിത്തു ജോസഫ് ആൻഡ് ഗ്രേസ് ആൻ്റണി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സുഖാണോ? സുഖം, പരമസുഖം. നുണക്കുഴ അവളുടെ പുറത്തൊക്കെ വെറുതെ പോയി. നുണക്കുഴി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ. പിന്നെ ട്രെയിലർ കാണുമ്പോഴും അറിയാം എന്തൊക്കെയോ കുറേ നുണകളും എന്തൊക്കെയോ ആയിട്ടൊരു കുഴിയിൽ പെട്ട് കിടക്കുന്ന കുറേ മനുഷ്യർ എന്നുള്ളൊരു വൈബാണ് കിട്ടിയത്. ശരിയാണോ? അതൊക്കെ തന്നെയാണ് സിനിമ. ആദ്യം തന്നെ എന്തായാലും കോമൺ ആയിട്ട് കിട്ടുന്നൊരു ചോദ്യമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കാം. സെറ്റിൽ ഇത്രയും ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ളപ്പോൾ ദ സെറ്റ് വിൽ ബി വെരി മച്ച് ഫൺ അല്ലേ? അപ്പോൾ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് ടുഗെദർ? നിങ്ങൾ രണ്ടുപേരാണെങ്കിലും എല്ലാവരും കൂടി ഹൗ വാസ് ഇറ്റ്? അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും ഒരു പക്ഷേ ഗ്രേസിനായിരിക്കും. കാരണം ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ ഡയറക്ടോറിയൽ ആ ഒരു ഇതിൻ്റെ തിരക്കിൽ ആയിരിക്കും. അപ്പോൾ ഈ അപ്പുറത്ത് ഇവരെല്ലാം കസേര ഇട്ടിട്ട് പൊടോ എന്ന് ചിരിക്കുന്നതൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി കുശുമ്പൊക്കെ തോന്നും. കാരണം എനിക്ക് അവിടെ പോയി അങ്ങനെ ഇരിക്കാൻ പറ്റിയല്ലോ. പിന്നെ ഓടിച്ചെന്ന് ഇടയ്ക്ക് ഞാനൊന്ന് നോക്കും, നമുക്ക് പിന്നെ ഇത് നമ്മളെ പറ്റിയാണോ എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കും. പക്ഷേ ഗ്രേസിനെ അവരാണ് ഞങ്ങളങ്ങനെ കുറ്റമൊന്നും പറയത്തൊന്നുമില്ല. അങ്ങനെയുള്ള കൂടുതലും ഈ പറഞ്ഞ പോലെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് സിദ്ദിഖ, ബൈജു ചേട്ടൻ, മനോജ് ചേട്ടൻ, അപ്പോൾ അവരൊക്കെ ഇരുന്ന് ചെയറിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാനും ബേസിലൊക്കെ ഇടയ്ക്ക് അടുത്ത് പോയിരിക്കും. കാരണം ഇവർ പഴയ കഥകളാണ് പറയണത്. ഇവരുടെ മെമ്മറീസ്, ഇവരുടെ കോൺവെർസേഷനിൽ വരുന്ന കുറേ തമാശകളുണ്ട്. അതൊക്കെ സിനിമയേക്കാൾ കൂടുതൽ തമാശ സിനിമയ്ക്ക് പുറത്താണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചിരിക്കുന്നത്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഡയലോഗൊന്നും പറയാനില്ല. ഇവർ പറയണത് കേട്ടുള്ള ചിരി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടിരുന്ന് കേൾക്കും. സാറ് ഭയങ്കര ഡിഫറെൻ്റാണ്. വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സാറ് ഭയങ്കര സീരിയസ് ആണ്. അപ്പം അത് ഞാൻ ആ ഇൻസിഡൻറ്റ് പറഞ്ഞോട്ടെ. ഞാൻ ഷൂട്ടിന് ചെന്ന സമയത്ത് ഫസ്റ്റ് ഡേ സാറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഹായ് സാർ എന്ന് പറഞ്ഞപ്പോൾ സാറ് ഓക്കെ വാ എന്ന് പറഞ്ഞ് തുടങ്ങി. അങ്ങോട്ട് ഗ്രീറ്റിങ്സ് ഒന്നുമില്ല, ഗുഡ് മോർണിംഗ്, റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ ടെൻഷനിലായിരിക്കും എന്ന് വിചാരിച്ച് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് നമ്മൾ ആ കാറിൻ്റെ സീക്വൻസാണ് ഫസ്റ്റ് എടുത്തു തുടങ്ങി. അല്ല ഫ്ലാറ്റിനകത്ത് തന്നെ അത് കുറച്ചൊരു ക്രൂഷ്യൽ സീനാണ്. അപ്പോൾ സാർ അതിൻ്റെ ടെൻഷനിലാണ്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, അങ്ങോട്ട് പോരുന്നില്ല. ഒരു വൈബ് സാറിൻ്റെ അടുത്ത് വരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ ഞാൻ ചെയ്യുന്നത് ശരിയാവാഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാത്തത്. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ബേസിലുമായിട്ട് ഭയങ്കര ചിരിച്ച് വർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ കുറച്ച് സെക്കൻഡിൽ സാർ ഭയങ്കര ടെൻഷനാവും, ഭയങ്കര സീരിയസ് ആവും. അങ്ങനെ ടെൻഷൻ കൂടി ഞാൻ പോയിട്ട് ലിൻഡ ചേച്ചിയോട് വൈഫിനടുത്ത് ചെന്നിട്ട് ചോദിച്ചു. അപ്പോൾ ലിൻഡ ചേച്ചി അവിടെ ഉണ്ട്, ലിൻഡ ചേച്ചിയെ കോസ്റ്റ്യൂം ചെയ്യണേ. ഞാൻ ചേച്ചി എനിക്ക് ചോദിക്കാമോ എന്നറിയില്ല, സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനുമായിട്ട്? സാർ എന്നോട് വർത്താനം പറയണില്ല, ചിരിക്കണില്ല, എന്ത് പറ്റി? ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ചെയ്യണത് ഇഷ്ടപ്പെടാന്ന്. എൻ്റെ പൊന്ന് ഗ്രേസേ, ഒന്നും പറയണ്ട, ജിത്തു അങ്ങനെയാണ്. ജിത്തു പണിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിത്തു അങ്ങനെയാണ്, ഭയങ്കര ടെൻഷനായിരിക്കും. അതിൻ്റെ ഇടയിൽ ജിത്തു ചുറ്റുമുള്ളതൊന്നും ജിത്തു നോക്കത്തൊന്നുമില്ല. അതൊന്നും കാര്യമൊക്കെ ഉണ്ട്. അത് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈസി ആയിക്കോളും. ഗ്രേസ് ഒന്ന് മനസ്സിൽ വെക്കല്ലേ കേട്ടോ, അത് അങ്ങനെയാണ്, ഒരു പ്രശ്നമില്ല ജിത്തുവിന്, ജിത്തു ഒരു കുഴപ്പമില്ല, ജിത്തു ഓക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോഴെനിക്കൊന്ന് സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചിട്ട് എടോ അല്ല ലിൻഡ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് എടോ താൻ എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ചളി അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തനിക്ക് പിന്നെ അവസാനം ഇത് പിന്നെ അതിന് എല്ലാത്തിനും ചിരിക്കേണ്ടി വരും, ചിരി വരുമല്ലോ ഒരു സാധനം ചിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു.
അപ്പോഴൊരു സമാധാനമായത്. അപ്പം അങ്ങനെ കുറേ രസകരമായിട്ടുള്ള മൊമെന്റ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിൽ. ഇതുപോലെ സാറിനെ ഞാൻ ഫസ്റ്റ് കണ്ടത് 12th മാൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. അപ്പം ഞാൻ കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ സാറിനോട് എനിക്കാണ് പേടി, എങ്ങനെ ഇത്ര അടിപൊളി സിനിമകളൊക്കെ ചെയ്ത് ഒരാൾ ഡയറക്ടറിനോട് അറിയില്ലേ അങ്ങനല്ല, എങ്ങനെ പോയി കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ സാർ പറയും അതിനെന്താ ചോദിച്ചോ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പോയിട്ട് തിരിച്ച് ചോദിക്കാം. വർക്കിൻ്റെ ഇടയിൽ സാർ ഭയങ്കര സീരിയസ് ആണ്. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ എൻ്റെ അസിസ്റ്റൻസും പലരും എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പേടിയോ ഇങ്ങനെ എഴുതുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഫൺ ലവിങ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന. ഓഫ് കോഴ്സ് എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാതെ നടന്നാൽ ചിലപ്പോൾ അന്നേരം ഒന്ന് വഴക്കുണ്ടാക്കും, വഴക്ക് പറയും, അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഇവരുടെയൊക്കെ തോളത്തിട്ട് വർത്താനം പറഞ്ഞ് ഞാൻ നടക്കുന്ന ഒരാളാണ്. പക്ഷെ എല്ലാവർക്കും എന്നെ പേടിയാണ്. എൻ്റെ പിള്ളേരും പറയും ഡാഡി പേടി. അതെൻ്റെ മുഖത്ത് ആണോ എൻ്റെ ബിഹേവിയറിൽ വരുന്നതാണോ എന്താണെന്നറിയില്ല. ഉള്ളിൽ ഞാൻ ഇങ്ങനെ തമാശയൊക്കെ അടിച്ച് ഭയങ്കര അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ പ്രൊജക്റ്റഡ് ഫിഗർ ഇമേജ് അതല്ല. അതെന്നാന്നറിയില്ല. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു ഭയഭക്തി ബഹുമാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് അങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം കാണുമ്പോൾ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ മേ ബി അതായിരിക്കും. അതായത് നമുക്ക് ആ ചെയ്ത വർക്കുകളോടുള്ള ആ ഒരു ശരിയായിരിക്കും. കാരണം ഞാൻ ജയരാജ് സാറിൻ്റെ കൂടെ ആണല്ലോ ഒരു പടം വർക്ക് ചെയ്ത്. എനിക്ക് ജയരാജ് സാർ എന്ന് പറയുമ്പോൾ അന്നും ഇന്നും ചെല്ലുമ്പോൾ എന്തോ ജയരാജ് സാർ ഇങ്ങനെ പുള്ളി ഭയങ്കര തമാശയൊക്കെ അടിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഭയങ്കര റെസ്പെക്റ്റും ആ ഒരു ഇതാണ്. അതായിരിക്കാം. അതെ അതെ, നമുക്ക് എല്ലാ മനുഷ്യരോടും നമുക്ക് ആ വ്യക്തികളോടുള്ള അടുപ്പത്തേക്കാൾ കൂടുതൽ അവർ ചെയ്യുന്ന വർക്ക്, അവർ ചെയ്യുന്ന ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതെ അതെ ശരിയാണ്. പ്രത്യേകിച്ച് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് എത്ര നമ്മൾ സാറിപ്പോൾ തോളത്ത് കൈയിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ഈ നുണക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ മുന്നത്തെ സിനിമകളിൽ നിന്ന്, അതായത് മുൻപ് ആദ്യം തുടക്കകാലത്ത് നമ്മൾ മൈ ബോസ് ഒക്കെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ടേൺ ആയിരുന്നു. പിന്നെ കുറച്ച് സീരിയസ്, കുറച്ച് ഡ്രാമ, ത്രില്ലർ അങ്ങനെയുള്ള ഒരു ജോണറിൽ നിന്ന് പെട്ടെന്നൊരു ട്വിസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ എടുക്കാൻ തീരുമാനിച്ചാണോ അതോ ബൈ ചാൻസ് വന്നതാണോ ഓക്കെ ഹ്യൂമർ ചെയ്യാം എന്നുള്ളൊരു സംഭവം? അല്ല, ഞാനൊരിക്കലും ഇത് കഴിഞ്ഞ് അത് ചെയ്യാം, ഇത് എൻ്റെ മനസ്സിൽ കുറേ കഥകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാം വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് കഥകൾ എടുക്കുന്നു. അപ്പം കൃഷ്ണകുമാർ എൻ്റെ സുഹൃത്താണ്. ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിലുള്ള പരിചയമാണ്. അപ്പം കൃഷ്ണകുമാർ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു കഥ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ വർക്ക് ചെയ്യുക, അതൊരു ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു. പിന്നെ അതെന്തോ വർക്കൗട്ടായില്ല, നടന്നില്ല. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് കൂമൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് 12th വൻ സംഭവിച്ചു. ഇതെല്ലാം ഇങ്ങനെ ഇപ്പോൾ ഇതുപോലെ വേറെയും റൈറ്റേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങും. ഇപ്പോൾ തന്നെ ഒരു 3-4 പ്രൊജക്റ്റ് നമ്മൾ ഓൾറെഡി സംസാരിച്ചും സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്നുണ്ട്. വേറെ ആളും ഞാനും ഒക്കെ ആയിട്ട് സ്വന്തമായിട്ടുള്ളത്. അപ്പം ഏത് റെഡിയാകുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആർട്ടിസ്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഇറങ്ങിയത്. ഡിക്റ്റേറ്റീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി മമ്മി ആൻഡ് മീ, ആ മമ്മി ആൻഡ് മീയുടെ സ്ക്രിപ്റ്റും ഉണ്ട്, മെമ്മറീസിൻ്റെ സ്ക്രിപ്റ്റും ഉണ്ട്. പക്ഷെ ഞാൻ അതിന് വേണ്ടി കാത്തിരുന്നു. ഇനി ബാക്ക് ടു ബാക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞ് മെമ്മറീസ് മാറ്റിപ്പിടിച്ചു. 2.5 വർഷം നടന്നു. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. സാർ അത് സംഭവിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉർവശി എന്നോട് പറഞ്ഞു ഒരു ഹ്യൂമർ പടം, ഒരു ഫാമിലി പടം കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് കറക്റ്റ് മൈ ബോസ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. പിന്നെ ഇതേ ചെയ്യുള്ളൂ, അങ്ങനെയില്ല. ഒരു കഥ നമുക്ക് ഇഷ്ടമായാൽ അത് റെഡിയാണെങ്കിൽ ചെയ്യും, മാത്രമേ. ഈ ഓഡിയൻസിന് സർട്ടൻ എക്സ്പെക്ടേഷൻസ് എന്തായാലും കാണും. ഇപ്പോൾ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിട്ട് എന്താണെങ്കിലും. അപ്പം സാർ ഇതിനെ എങ്ങനെയാണ് ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിനെയും ഈ ക്രിയേറ്റീവ് സ്പേസിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് പല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് 100% അതിനോട് സിൻസിയറായിട്ട് നിൽക്കാം. അതായത് ചിലപ്പോൾ ഒരു ഭയങ്കര ലൈഫ് ഉണ്ടായിരിക്കും അതിനകത്ത്. പക്ഷെ ചിലപ്പം അത് ആൾക്കാർക്ക് തിയേറ്ററിൽ അത്രയും വർക്ക് ആവണമെന്നില്ല, എൻജോയ് ചെയ്യണമെന്നില്ല, അവരെ എൻ്റർടൈൻ ചെയ്യണമെന്നില്ല. പിന്നെയുള്ള അത് തനി ഔട്ട് ഓഫ് ദ ലീഗ്, വേറെ ലൈവ് ലെവലിൽ അങ്ങ് പോവുക, ലോജിക്ക് നോക്കുക, അങ്ങനത്തെ ഇപ്പോൾ മാസ് സിനിമകൾ എടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ അതിൻ്റെ ഇൻബിറ്റ്വീൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. എൻ്റെ സിനിമകളിൽ എപ്പോഴും കുറച്ച് എന്താ പറയുക, റിയലിസ്റ്റിക്കും ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം അത് എൻ്റർടൈനിങ്ങും ആയിരിക്കണം. അങ്ങനെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴേ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ചെല്ലുള്ളൂ. കാരണം എവിടെയെങ്കിലും ഇത് കാണുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ടോട്ടലി നമ്മളൊരു ഫാൻറ്റസി ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാനെപ്പോഴും ഇതിൻ്റെ ഒരു സിനിമ, ഒരു കഥ, ഇപ്പം ഈ നുണക്കുഴിയുടെ കഥ ഒന്ന് കൃഷ്ണകുമാർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തോട്ടുണ്ട്, ആ തോട്ടിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം ഇത് ഹ്യൂമർ വർക്ക് ചെയ്താൽ ഈ സിനിമ നിൽക്കുകയുള്ളൂ.
എന്നാൽ അതിനകത്ത് കുറച്ച് ഇമോഷൻസ് ഉണ്ട്, കൊച്ചു കൊച്ചു ഇമോഷൻസ് ഉണ്ട്. അപ്പം അതെങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അതാണ് അതിനകത്ത്. ഞാനൊരു എന്താ പറയുക കൊമേഴ്സ്യൽ സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റർടൈൻ ചെയ്യണം ഓഡിയൻസ്. അതിപ്പം ഏതെങ്കിലും രീതിയിൽ ആൾക്കാരെ ഇമോഷണലി അതിനകത്തേക്ക് ഹുക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ ലാഗ് എന്ന് പറയുന്ന എവിടെയാണെന്നറിയോ, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു നിർവീകാരത. അല്ലെങ്കിൽ ഒന്നുകിൽ കരയിക്കണം, അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ത്രില്ലടിപ്പിക്കണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷനെ ടച്ച് ചെയ്യണം. അപ്പോൾ ബേസിക്കലി അതും വേണം, അത് എൻ്റർടൈൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത്. അല്ലാതെ എനിക്കിങ്ങനെ 50 കോടി 100 കോടി 200 കോടി അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നുമില്ല. സിനിമ നല്ലതാണെന്ന് എല്ലാവരും പറയുക, പ്രൊഡ്യൂസർ പറയുക, എനിക്ക് പൈസ പോയില്ല കേട്ടോ, ഞാൻ ഹാപ്പി. ഇപ്പോൾ ഗ്രേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാഗേന്ദ്രൻ ഹണിമൂൺ ഇറങ്ങിയപ്പോഴത്തേക്കിനും എല്ലാവരും ഭയങ്കരമായിട്ട് ട്രെയിലർ തൊട്ടേ എല്ലാവർക്കും ആ ഒരു സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീരീസ് ഫുള്ള് വന്നപ്പോഴാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹ്യൂമറിൽ ഭയങ്കരമായിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടിയാണെന്ന് ഓൾറെഡി ആളുകൾ ഒരു എന്താ പറയുക റിവാർഡിംഗ് ആയിട്ട് അല്ലേ, ഒരു അവാർഡ് പോലെ ആളുകളിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. സോ ഡു യു ഫീൽ പ്രഷർ? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശി മാം ഒക്കെ ആയിട്ട് വളരെയധികം കമ്പയർ ചെയ്ത് പറയാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഉർവശി മാമിനെ പോലെ വെറുതെ ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ പുള്ളിക്കാരിയെ പോലെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ആൾക്കാർ വെറുതെ പോലും പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് റിവാർഡിംഗ് ആണോ അതോ ചലഞ്ചിങ് ആണോ? അത് രണ്ട് രീതിയിലും എടുക്കാം. പക്ഷെ ഞാൻ അതിനെ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പണ്ടത്തെ സിനിമകളിൽ ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കുണ്ട്. അത് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടിയത്. ഇപ്പം നിലവിൽ എനിക്ക് വരുന്ന സബ്ജക്ട്സ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹ്യൂമർ ഗ്രേസിന് നോക്കിയപ്പോൾ ഹ്യൂമർ ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരുള്ളൂ, അതുകൊണ്ടാണ് വന്നത്. അത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ടാണ് എന്നെ അവർ വെച്ച് ജസ്റ്റ് അവർ ഓഡിയൻസ് ഔട്ട് ഓഫ് ലവ് എന്നെ കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ പോലെയല്ലേ ഇവരെ പോലെയല്ലേ എന്ന് പറയുന്നത്. അതൊരിക്കലും ഞാനൊരു പ്രഷറായിട്ട് എടുക്കുന്നില്ല. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വർക്കിനെയും ബാധിക്കും. അപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞു, അതിനെപ്പറ്റി ആൾക്കാർ സംസാരിച്ചു, അതവിടെ വിട്ടു, അടുത്ത വർക്കിലേക്ക് കയറുക. അങ്ങനെ ഹ്യൂമറിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഹ്യൂമറാണ്. കാരണം റെസ്പോൺസ് കൂടുതൽ വരുന്നത് നമുക്ക് ഹ്യൂമർ ചെയ്യുമ്പോഴാണ്. അപ്പം അതുണ്ട് കേട്ടോ. അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല നല്ല തമാശ പടങ്ങൾ കിട്ടിയാൽ കുറച്ച് രസം ഉണ്ടാവും എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് മറ്റ് സീരിയസ് ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെന്നല്ല, കുറച്ചും കൂടെ പോസിബിലിറ്റി വരുന്ന സീരിയസ് ക്യാരക്ടേഴ്സാണ്. പക്ഷെ കുറച്ചുകൂടെ എഫേർട്ട് വരുന്നത് ഹ്യൂമർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ നോക്കിക്കാണാം. സംടൈംസ് നമുക്ക് ചിലപ്പോൾ തോന്നും, ഭയങ്കര ഒരു ആൾക്കാരിങ്ങനെ ഭയങ്കര എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണത്. എനിക്ക് അപ്പോൾ എൻ്റെ അമ്മ പറയില്ല, അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ആൾക്കാർ പറയണതാ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനെ ഒരുപാട് അങ്ങോട്ട് കയറ്റാറില്ല. അതിന് ആവശ്യത്തിന് സമയത്ത് എടുക്കും, അത് കഴിഞ്ഞ് വിടും. അങ്ങനെയാണ്. ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. അതായത് ആളുകൾ കുറവായതുകൊണ്ട് അതിൽ നല്ലതായതുകൊണ്ട് മാത്രമായിരിക്കില്ല ഒരിക്കലും മലയാളി ഓഡിയൻസ് അങ്ങനെ എന്താ പറയുക ലെജൻഡറി ആക്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യില്ല. ഇറ്റ്സ് ബിക്കോസ് യു ഹാവ് ഗിവൺ ദാറ്റ് തിങ് ടു അസ്. അതിന് താങ്ക് യു സോ മച്ച്. അങ്ങനെ വിചാരിക്കരുത്. അതായത് ആളുകൾ കുറവായതുകൊണ്ട് തന്നെ അതിൽ ബെസ്റ്റായിട്ട് തോന്നിയത് കൊണ്ട് കമ്പയർ ചെയ്യാൻ. അല്ല, എനിക്ക് ഒരിക്കലും അവരെ വെച്ച് കമ്പയർ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു 7 ഇലത്തെത്താൻ പോലും എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം അത് ഓരോ ആക്ടേഴ്സിൻ്റെ ഒരു ലെവലാണ്. ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു രീതിയിൽ ട്രാക്കിലൂടെ പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് തൊട്ടേ അമ്മ അടുത്തുള്ള വീട്ടിലെ കുട്ടികളായിട്ട് എന്നെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുമായിരുന്നു. അവർ അങ്ങനെ പഠിക്കുന്നത് കണ്ടോ, ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടോ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടോ. അപ്പോൾ ചെറുപ്പം മുതൽ എനിക്ക് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ഔട്ട് ആവും. ഞാൻ ഇങ്ങനെ ഓക്കെ അതെനിക്ക് എൻ്റെ റെസ്പോൺസ് അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ അതിനെ അവരെ വെച്ച് എന്നെ കമ്പയർ ചെയ്ത് അതെനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനത്തെ ഒരു ട്രോമയാണോ എന്താണെന്നറിയില്ല, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് എനിക്കതങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ബേസിക്കലി ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഉർവശി ചേച്ചിയോ അല്ല കൽപ്പന ചേച്ചി അവരെ പോലെ അഭിനയിക്കുന്നതല്ല, അവരെ പോലെ അഭിനയിക്കുന്നില്ല, ആ വേഴ്സറ്റാലിറ്റിയാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറുക എന്ന് പറയുന്നില്ല, അതിന് ഹ്യൂമർ ആയിട്ടൊന്നും നല്ലത്. ഹ്യൂമർ ചെയ്യുന്നവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ റോഷാക്കിൽ ഇതിലൊക്കെ വേറെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇനിയിപ്പം നല്ല സീരിയസ് ഇത് ചെയ്യുമ്പോഴും ഈ സ്നേഹം അവിടെ കിടക്കും. കാരണം പണ്ട് ചിരിപ്പിച്ചതിൻ്റെ. പിന്നെ പെൺകുട്ടികൾ ഇപ്പോഴത്തെ വരുന്ന ഇവരിൽ പലർക്കും എനിക്ക് തോന്നുന്നു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നവർ കുറവാണ്.
അപ്പം പണ്ട് ചെയ്തുകൊണ്ടിരുന്ന 1-2 പേരുണ്ട് അവരെ പോലെ അവരുടെ സ്ഥാനത്തേക്ക് അവർ പ്ലേസ് ചെയ്യാണ്. അത് ആക്ച്വലി കോംപ്ലിമെന്റ് ആണ്, അവരുടെ സ്നേഹമാണ് ആക്ച്വലി അത് വരുന്നത്. അതാണ് ഔട്ട് ഓഫ് ലവിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. പിന്നെ വേറെ ഇതുണ്ട്, ഇവിടെ ഈയിടെ അതിനെക്കുറിച്ചൊരു ഇത് വന്നപ്പോൾ പറഞ്ഞത്, നമ്മൾ ചില ആക്ട്രസ് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് അഭിനയിക്കാൻ വന്നു കഴിയുമ്പോൾ ദേ ആർ സോ മച്ച് കോൺഷ്യസ് അബൌട്ട് ദെയർ ലുക്ക്. അതായത് ചിരിക്കുമ്പോൾ പോലും ഞാൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ മുഖം കോടിപ്പോവും. അങ്ങനെ നോക്കിയാൽ നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അഭിനയിക്കുമ്പോൾ അഭിനയിക്കുക, അപ്പോൾ പല രീതിയിലും മുഖം കോടിയും ഇതൊക്കെ വരും. പക്ഷെ അത് അഭിനയത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് പോകും. അങ്ങനെ എടുക്കണം. പക്ഷെ ചിലർക്ക് അത് പറ്റുന്നില്ല. എൻ്റെ ഈ സൈഡിൽ നിന്ന് ഫ്രെയിം വെക്കുമോ, എനിക്ക് ഈ സൈഡ് അങ്ങനെയൊക്കെ അല്ലല്ലോ. ഇത് ഇതിന്റെ കോമ്പറ്റീഷൻ അല്ലല്ലോ. പെർഫോമൻസിൽ നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യരുത്. അത് ഇപ്പോഴും ഇവർ അപ്കമിങ് ആയിട്ടുള്ള പല പെൺകുട്ടികളും ചില ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് അറിയാൻ മേലാത്തോണ്ടാ. അങ്ങനെ ചെയ്യരുത്. എനിക്കൊന്ന് ക്യാമറകളുമായിട്ടുള്ള എക്സ്പോഷർ ഇപ്പോൾ കൂടി, പണ്ടത്തേക്കാൾ കൂടുതൽ. ഇപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാവരും ക്യാമറയുമായിട്ട് എക്സ്പോഷർ കൂടി. അത് കനികുസൃതി ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ഏത് ആംഗിളാണ് നല്ലത്, ഏതായി. കാരണം എന്നാ, ഫോൺ എടുത്തിട്ട് ഇങ്ങനെ 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 എല്ലാ ആംഗിളിൽ നിന്നും എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അത് ഓക്കെ, നോർമൽ കേസിലൊക്കെ ഞാൻ ഒരു ആക്ടർ എന്ന് പറയാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായി. വൺസ് അതിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ ലുക്സ് അത് ഇതൊന്നുമില്ല, പെർഫോം ചെയ്യാന്നുള്ളതാണ്. ഈ പെർഫോമൻസ് മാറ്റി വെച്ചിട്ട് അവർ തന്നെ അവരെ ഫിൽട്ടർ ചെയ്തിട്ട് അവരുടെ ഇതാണ് എൻ്റെ ബ്യൂട്ടി സൈഡ് എന്ന് അവർ തന്നെ സെറ്റ് ചെയ്ത് മൈൻഡിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞ് സിനിമയുടെ ഒരു രീതി ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾ ഈ റീൽസ് എടുക്കുന്ന പോലെയും ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന പോലെയൊന്നും അല്ല ഒരു സിനിമാറ്റിക് ഒരു മൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ആ ക്യാരക്ടറിൻ്റെ ഒരു മൂഡുണ്ട്, ആ ക്യാരക്ടറിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഡയറക്ഷൻ്റെ ഒരു വിഷൻ ഉണ്ട്, റൈറ്ററിൻ്റെ ഒരു വിഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലേ അത് എടുക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഇന്നതും കൂടെ ഉണ്ട് കേട്ടോ, എൻ്റെ ഈ സൈഡും കൂടെ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ചിരിച്ചാൽ എൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും പല്ലിനൊരിത് കാണും, അത് കാണുമെന്ന് ഓർത്ത് ചിരിക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അങ്ങനെ ചിരിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. അതെ അതെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ബിഹേവ്. അവിടെ റെസ്ട്രിക്ഷൻ പാടില്ല, അത്രേ ഉള്ളൂ. അതാണ് ചില സമയത്ത് നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ചിലരുടെ അഭിനയത്തിൽ ഇങ്ങനെ തോന്നുന്ന, മേ ബി അങ്ങനെ കോൺഷ്യസ് ആവുന്നു. അല്ല, ഇതിപ്പോൾ ആരും ഇതൊന്നും പഠിച്ച് ജനിക്കുമ്പോഴേ പഠിച്ചല്ല വരുന്നത്. നമ്മളിതിങ്ങനെ ഓരോ ചെയ്ത് മനസ്സിലാക്കി അത് നമ്മളെ പോളിഷ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഈ ഡിഫറെൻറ്റ് റോൾസിലേക്ക് വരുമ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണോ, അതോ കഥയായിട്ട് കൺസ്യൂം ചെയ്തിട്ടാണോ? ഇപ്പം വേണമെങ്കിൽ നുണക്കുഴിയുടെ എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ പറയാം. അതിൽ വരുന്നത് എന്തായാലും ഹ്യൂമർ ആണല്ലോ ബേസ് ജോണർ വരുന്നത്. അപ്പം അപ്രോച്ച് ചെയ്യുന്ന സ്റ്റൈലിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താറുണ്ടോ? സിനിമ ചെയ്യുമ്പോൾ എല്ലാ സിനിമയും ഒരേ രീതിയിലാണ് എടുക്കുക. പിന്നെ ഇപ്പോൾ ഇമോഷൻസ് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് വരുള്ളൂ. ഇപ്പോൾ എല്ലാ സിറ്റുവേഷനിലും ആ ക്യാരക്ടർ ഒരേ ഇമോഷനിൽ കൂടെ അല്ല പോവുക. അപ്പം തമാശ വരുമ്പോൾ നമ്മൾ അതിനെ കാണുന്ന രീതി വേറെയാണ്. നമ്മൾ കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിരിക്കും, നമ്മൾ കുറച്ചുകൂടെ മൈൻഡിൽ അങ്ങനത്തെ ഒരു സാധനങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഇമോഷണൽ സീക്വൻസിൽ നമ്മളുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും, വെറുതെ കണ്ണിൽ ഗ്ലിസറിൻ ഇട്ടിട്ട് കരയുക എന്നുള്ളതല്ലാതെ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒന്നൊരു സാധനം ഉള്ളിലൊരു പെയിൻ വരുന്നത്, അങ്ങനത്തെ അപ്രോച്ചസ് മാത്രമേ. അല്ലാണ്ട് സിനിമ എടുക്കുന്ന രീതിയൊക്കെ അതെല്ലാം ഒരുപോലെയാണ്. അതിനങ്ങനെ ഭയങ്കര നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ ഹോളിവുഡിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്ന റിയലിസ്റ്റിക് പടങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തമിഴ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തു. അവരുടെ ഒരു മേക്കിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അവരുടെ വർക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം ആദ്യം ഒന്ന് അതുമായിട്ട് സെറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ലൗഡാണ്, നമ്മളെക്കാൾ 1 മീറ്റർ കയറി അവരിയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സറ്റലൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളൊരു ഫീലാണ്. അപ്പം എസ്പെഷ്യലി റാം സാർ, പേരൻപിൻ്റെ ഡയറക്ടർ റാം സാറാണ്. പക്ഷേ സാർ എനിക്ക് കുറച്ചും കൂടെ ഫ്രീഡം തന്നു എൻ്റെ ഒരു സംഭവം പഠിക്കാൻ. സാർ ഇത് ഇച്ചിരി ഓവറല്ലേ, ഇല്ല അത് വേണോ, അപ്പോൾ ഇതാ വേണോ, അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇച്ചിരി ഒന്ന് മാറ്റി പിടിക്കാമെന്നൊക്കെ തോന്നും. പിന്നെ ഇപ്പോൾ ലില്ലിക്കുട്ടി ചെയ്തപ്പോൾ ഇത്തിരി അതിൻ്റെ ഒരു അപ്രോച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഒരു ടെൻഷനുണ്ട്, കാരണം ഇതിങ്ങനെ ചെയ്യാത്തൊരു പരിപാടിയാണ്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഡയറക്ടറുമായിട്ട് ഞാൻ നോർമലി അങ്ങനെ ചെയ്യാറില്ല. ഓരോ ഷോട്ട് എടുക്കണേ മുമ്പ് ചെയ്ത് കാണിച്ചിട്ട് വന്ന് ചെയ്യണത് അങ്ങനെയില്ല. റിഹേഴ്സലിൽ ചെയ്യുന്നതല്ലാതെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ ചെയ്ത് കാണിച്ചിട്ടാണ്, അതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി, ചേട്ടാ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് കാണിച്ചിട്ടാണ് വന്ന് ക്യാമറയുടെ മുമ്പിൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതെല്ലാം ഒരു എന്താ പറയുക, ആ ഒരു ഇമോഷൻ അനുസരിച്ച് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് സാറിൻ്റെ അത് അറിയത്തില്ല, എങ്ങനെയായിരിക്കും സാറിന് വരിക? അത്
എന്ത് ഈ അപ്രോച്ച് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഇപ്പം നുണക്കുഴി എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരുപാട് നുണയുള്ള കുഴിപ്പെട്ടൊരു മനുഷ്യരാണല്ലോ എന്നുള്ളൊരു ഫീൽ വന്നെങ്കിലും ദർ വിൽ ബി സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം കാണും ഇതായത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പാർട്ട് ഫ്രം ഹ്യൂമർ. അതായത് ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ നുണ പറഞ്ഞാൽ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സോ എന്തെങ്കിലുമൊക്കെ കാണും റിലേറ്റബിലിറ്റി. അപ്പോൾ ഈ ഹ്യൂമറിനെ അവിടെ നിർത്തിക്കൊണ്ട് സ്റ്റോറി ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതും പിന്നെ ഇപ്പോൾ ഡ്രാമ വരുമ്പോഴുള്ള ആ ഒരു അപ്രോച്ചും ഒക്കെ ഡിഫറെൻ്റ് ആണോ? അല്ല, ഡെഫിനറ്റ്ലായിട്ട് ഇതിനകത്ത് ഇപ്പം നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മൾ ഭയങ്കര ഹ്യൂമറിലാണ് ട്രീറ്റ് ചെയ്യുന്ന ഫൺ റൈഡാന്ന് പറഞ്ഞാലും ഇതിനകത്തും ഡ്രാമ വരണം, ഇതിനകത്തും റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യണം. അതിൻ്റെ അളവാ പ്രശ്നം. എവിടെ ഏത് ലെവലിൽ ഡ്രാമ കയറണം എന്നുള്ളതാണ്. അത് ഡ്രമാറ്റിക്. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഈ സിനിമയുടെ ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്. ആ ഹോസ്പിറ്റൽ സീനിൽ ഒരു സമയത്ത് ബേസിൽ അങ്ങ് ഒരു ഡയലോഗ് സ്റ്റാർട്ട് ചെയ്തു. അത് ഡ്രാമയാക്കി. കാരണം വെച്ചാൽ അവൻ ഡ്രാമാറ്റിക് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അവിടെ ശരിക്കും അത് ഡ്രാമ തന്നെയാണ് നമുക്ക് ഓഡിയൻസിന് ഫീൽ ചെയ്യണം. അവിടെ ഇത് അല്ലാത്തത്. ഇപ്പം ഇതിനകത്ത് രശ്മിത എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ പോകുന്ന ഒരു മാനസികമായ കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പുള്ളിക്കാരത്തി ഒരു കാര്യം കാണിച്ചു വെക്കുന്നുണ്ട്. അത്രയ്ക്ക് ലെവലിൽ ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരുടെ ലൈഫ് 10 പേരുടെ മുമ്പിൽ ഒരു മാനക്കേടുണ്ടായാൽ അവർ റിയാക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അതാണ് രശ്മിത ഭയങ്കരമായിട്ടും ഒരു വേറൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു ഇതിലൂടെയാണ് രശ്മിതയുടെ ലൈഫ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക ഓരോ കാര്യത്തിലെടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് തന്നെ ആ ക്യാരക്ടർ മനസ്സിലാവും എന്താണെന്നുള്ളത്. ആദ്യം ഒരാളുടെ അടുത്ത് ചെന്നു, അവിടെ ഒരു കാണിച്ചു കൂട്ടി, അത് കഴിഞ്ഞിട്ട് പോയി പിന്നെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്. അപ്പം ഒരപകടത്തിൽ നിന്ന് അടുത്ത അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഈ ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് ഹ്യൂമർ കിട്ടണം. അപ്പം അതിൻ്റെ പ്രസൻറ്റേഷനും അതിൻ്റെ രീതികളും നമ്മളവിടെ നോക്കുമ്പോൾ ഇത് പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയിലാണെങ്കിൽ താനിപ്പോൾ റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതാണ് ആ വ്യത്യാസം. പിന്നെ അതിൻ്റെ ഒരു മീറ്റർ ഉണ്ട്. പിന്നെ അത് പറഞ്ഞു തരാൻ അറിയാമല്ലോ, നമുക്ക് ചെയ്യുമ്പോൾ പറയാം ഇതല്ല വേണ്ടത്, അത്രേ പറ്റുള്ളൂ. എനിക്ക് അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിനകത്ത് ഒരു ഡയലോഗ് ഞാൻ പറയുമ്പോൾ ഞാൻ വളരെ നോർമലായിട്ടാണ് പറഞ്ഞത്, വളരെ നോർമലായിട്ട്. പക്ഷെ സാറിന് അങ്ങനെയല്ല വേണ്ടേ, റേസ് കുറച്ചും കൂടെ കയറ്റി പറ, അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, കുറച്ചും കൂടെ ഒന്ന് ഇതാക്കി പറ. അത് ശരിയാണ്, അതങ്ങനെ കുറച്ച് കയറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ടോട്ടൽ അതിൻ്റെ ഒരു ഇമോഷനെ മാറി. അത് വേറൊരു സാധനത്തിലേക്ക് അത് വന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരില്ല. അത് ഇവർ വേണ്ട അത് കുറച്ച് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് വേറൊരു ഇമോഷനാവും. കുറച്ചുകൂടെ കുറയ്ക്കുന്ന പറയുമ്പോൾ അത് പിന്നെ സെറ്റിലാവും. അപ്പോൾ അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷൻ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഗട്ട് ഫീലിങ്ങിലാണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു ഇതുണ്ട്, ഓക്കെ ഈ മീറ്ററിൽ ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാനുദാഹരണം പറയും, ഇപ്പം നാഗേന്ദ്ര ഇതിനകത്ത് പുള്ളി ചാടുന്നു, ആ ചാട്ടം അപ്പം നമുക്ക് തോന്നി, അത് അവിടെ ഡയറക്ടർക്കും തോന്നി ഇതിങ്ങനെ ചെയ്താൽ നന്നാകുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോവുകയാണ്. പക്ഷേ അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഓഡിയൻസിന് തോന്നി അത് ഭയങ്കര ഓവർ ആക്ടിങ് ആണെന്ന് തോന്നിയാൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് തെറ്റിയെന്നാണ്. ഇപ്പോൾ ഇതുപോലെ നമ്മുടെയും ഇതാണ്. പക്ഷെ അത് കറക്റ്റായിരുന്നു ആ ജഡ്ജ്മെൻറ്റ്, ആ ക്യാരക്ടർ അത് സെറ്റായി എന്ന് പറയുന്നത്. ഇതിനകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറയുമ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ ഓക്കെ ആവും. പിന്നെ അതിൽ തന്നെ നമ്മൾ 100 പേരുടെ മുമ്പിലേക്ക് ഈ സിനിമ കൊടുക്കുമ്പോൾ 100 ഒപ്പീനിയനാണ് വരുന്നത്. പല കാഴ്ചപ്പാടും പല പെർസ്പെക്റ്റീവിലും സിനിമയെ പല രീതിയിൽ കാണുന്നവരുണ്ട്. അത്രേ ഉള്ളൂ. ഈ കോമഡിയോടുള്ള ആളുകളുടെ അപ്രോച്ച് മാറി തുടങ്ങി. അതായത് പണ്ട് കുറച്ചും കൂടി എന്താ പറയുക ഫ്രീ ആയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും ഇപ്പോൾ നമ്മളുടെ ജനറേഷനിൽ അങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കോമഡി ഭയങ്കര സബ്ജക്റ്റീവായി മാറി തുടങ്ങിയിട്ടുണ്ട് ചില ഏരിയാസിൽ. പക്ഷേ പണ്ടത്തെ പല സിനിമകളും ഇപ്പം ബോഡി ഷെയ്മിങ് മാത്രമല്ല പല കാര്യങ്ങളുണ്ട്. ഇപ്പം ബോഡി ഷെയ്മിങ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചില കാര്യങ്ങൾ എന്തോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അതും എനിക്കിപ്പോഴും അറിയാൻ പറ്റാത്ത സാധനമാണ്. സത്യം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം നമുക്ക് ഞാനീടെ മോളുമായിട്ട് സംസാരിച്ചപ്പോൾ മോള് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം കറക്റ്റായിട്ട് പുള്ളി എനിക്ക് ചെറുതായിട്ട് ഇത് പറയുന്നത്. പക്ഷെ എന്നോട് പറഞ്ഞു, ഡാഡി അതിപ്പം ചുമ്മാ എടുത്തിട്ട് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഇത് പോവുക എന്ന് പറഞ്ഞു. ചുമ്മാ ആവശ്യമില്ലാത്തടത്തുമൊക്കെ, അതായത് ഓരോരുത്തരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി
അത് മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പെർസ്പെക്റ്റീവ് ടേമായി മാറി. അതായത് ഇപ്പൊ എനിക്ക് എന്താ തോന്നുന്നത് അത് എന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, ഗ്രേസിന് എന്താ തോന്നുന്നത് അത്. അങ്ങനെ ഒരു ഫ്രീഡം വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരാൾ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ ഇതിനി പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും, അങ്ങനെ ഒരു ഫ്രീഡം മുറിക്കുക. പക്ഷെ നമുക്ക് സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫ്രീഡം ഉണ്ട്, കാരണം ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു സ്പേസ് ആണ്. പക്ഷെ സ്റ്റിൽ കോമഡി ഈസ് കൈൻഡ് ഓഫ് സബ്ജക്റ്റീവായി മാറി തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചില ഞാൻ ഭയങ്കര റയർ കാര്യങ്ങളാണ് പറയുന്നത്, ചില സിനിമകൾ പണ്ട് നമ്മൾ കണ്ട് ചിരിച്ചിരുന്നത് ഇപ്പോൾ കാണുമ്പോൾ ചിരിക്കില്ല. പക്ഷെ ഇപ്പോൾ മൈബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കണ്ടാലും എപ്പോൾ കണ്ടാലും നമുക്ക് ചിരിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അപ്പം ഈ ഇന്നത്തെ ആ ജനറേഷനിൽ അങ്ങനെ ഒരു ഹ്യൂമർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനോട് എന്തെങ്കിലും ഒരു അപ്രോച്ച് ചേഞ്ച് വന്നിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഇതിൽ കുറച്ചുകൂടെ സട്ടിൽ, റിയലിസ്റ്റിക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സിറ്റുവേഷണൽ ഹ്യൂമറാണ്. നമ്മൾ ഹ്യൂമർ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ തമിഴിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഈവൻ മലയാളത്തിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് കോമഡി വേണം, ഒരു കാര്യം ചെയ്യും 10 സീൻ കോമഡി എഴുതാൻ ഒരാളെ കൊണ്ടുവരിക. തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഒരു ആക്ടറിനെ, ഇച്ചിരി ഹ്യൂമർ ആക്ടറുണ്ട് അത്യാവശ്യം. ആ സമയത്ത് അവിടെ ഭയങ്കര ഏറ്റവും എന്താ പറയുക, ബാങ്കിങ് എന്താ സെല്ലബിൾ ആയിട്ടുള്ളൊരു ടോപ്പായിട്ടുള്ളൊരു ആക്ടർ ഉണ്ടെങ്കിൽ പുള്ളി വിളിച്ചിട്ട് പറയും ഇതാണ് കഥ, ഇതാണ് സ്ക്രിപ്റ്റ്, ഇതിനകത്ത് കുറച്ച് കോമഡി ചെയ്യുന്നു. അപ്പോൾ പുള്ളിനെ ഇരുന്ന് കണക്ട് ചെയ്യും. അത്രയും ഇല്ലെങ്കിലും അതിൻ്റെ ചെറിയൊരു വേർഷൻ മലയാളത്തിലും ഉണ്ടായിരുന്നു, കുറച്ച് കോമഡി വേണം, കുറച്ച് കോമഡി എഴുത്. അതൊക്കെ പോയി. പിന്നെ ഈ പറയുന്ന പോലെ സ്ലാപ്സ്റ്റിക് കോമഡിക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ചിലത് ഓക്കെയാണ്, ചിലത് ഇതല്ല. അപ്പം അതിൻ്റെ ഒരു അളവൊക്കെ ആയിരിക്കാം പ്രശ്നം. ഇപ്പം സിറ്റുവേഷൻ ജെന്യുവനായിട്ട്, ഇപ്പം പണ്ട് എൻ്റെ കൂടെ ഒരു പടത്തിൽ അമ്പലച്ചേട്ടൻ അഭിനയിച്ചിട്ടുള്ളൂ, ഡിക്റ്റേറ്റീവിൽ. അന്ന് എന്നോട് പറയുന്നു, ജിത്തു നല്ല ഹ്യൂമർ എന്ന് പറയുന്നത് സീരിയസ് ആണ്. ഇപ്പം പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, സന്മനസ് ഉള്ളവർക്ക് സമാധാനം, അയാളുടെ ഒരു അവസ്ഥയുണ്ട്. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് ജോലിയില്ലാത്ത ഒരാളുടെ സർവൈവലിന് വേണ്ടിയിട്ട് അയാൾ ആ നാട് ഇത് കാണിക്കുന്നത്. മറ്റേതിനകത്ത് അയാൾക്ക് വീട് ഒഴിപ്പിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അതൊരു സീരിയസ് സിറ്റുവേഷനാണ്. ഒരു കുടുംബത്തെ അവിടെ നിന്ന് ഇറക്കി വിടുക, അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ആണ് സിനിമ. പക്ഷെ അതിനകത്ത് നിന്ന് നമുക്ക് ഹ്യൂമറായി കിട്ടും. അങ്ങനത്തെ ഹ്യൂമറിനും ഇതും ഇതുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷണൽ ഹ്യൂമറാണ് ഇപ്പം ഓഡിയൻസ് ആഗ്രഹിക്കുന്നത്. അവരതാണ് എൻജോയ് ചെയ്യുന്നത്. ഇപ്പം സാറ് പറഞ്ഞപ്പോഴാണ് ഓർത്ത, മറ്റേ പണ്ട് എപ്പോഴും സാറ് പറഞ്ഞ എനിക്കൊരു ഓർമ്മയുണ്ട്, മറ്റേ മമത സാരി ഉടുക്കുമ്പം ഊരി പോകുമ്പോൾ വാട്ട് ഈസ് ഞൊറി മാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ ചിരിക്കും. പക്ഷെ പുള്ളിക്കാരിയുടെ സാരിയോട് ഊരിപ്പോയി എങ്ങനെ ഞൊറി ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. അതാണ് നമ്മൾക്ക് ചിരി വരുന്നത്. അതുപോലെ തന്നെ ദിലീപിൻ്റെ ആ ക്യാരക്ടർ വരുമ്പോഴത്തേക്കിനും എൻ്റെ വീട്ടിൽ കാറ് വന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും മമതയുടെ അവസ്ഥ കണ്ടിട്ടാണ് ചിരി വരുന്നത്. അതൊക്കെ ഭയങ്കര എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരും. എനിക്കൊന്ന് നുണക്കുഴിയും അങ്ങനെ ഒരു സിനിമ ആയിരിക്കുമല്ലേ ചിലപ്പോൾ ഇങ്ങനെ. നുണക്കുഴിയുടെയും എനിക്ക് തോന്നുന്നൊരു ഇറ്റ്സ് എ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ, ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ വേറെ 100% ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സിറ്റുവേഷൻ ഇച്ചിരി സീരിയസ് ആണ്, അവസ്ഥ ഇച്ചിരി സീരിയസ് ആണ്. അതിൽ നിന്ന് നമ്മളതൊരു ഉണ്ടാകുന്ന ഹ്യൂമർ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഇതിനകത്തെക്കുറിച്ച് ഒത്തിരി പറയാനെന്നറിയോ, അവസാനം ഓഡിയൻസ് ചോദിക്കും ഇതാണോ നീ പറഞ്ഞ തോന്നുന്നത്. കാരണം നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് നിൽക്കുന്നത്. അത് അവർക്കത് ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. ഓഡിയൻസ് ആണ് കിങ് മേക്കേഴ്സ്, അവരാണ് തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാവരും വന്നിട്ട് പറയും പടം പ്രൊമോഷൻ ചെയ്യണം, പറയും ഞാനിവിടെ വന്നിരുന്ന് ഘോരഘോരം പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആ സിനിമ സ്വീകരിക്കാൻ മാത്രം മണ്ടന്മാരൊന്നുമല്ല മലയാളി, പ്രത്യേകിച്ച് നമ്മുടെ ഓഡിയൻസ്. പ്രൊമോഷൻ എന്തിനാ? ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്, ഫൺ സിനിമയാകട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഇത് ഈ ദിവസം ഇന്ന തിയേറ്ററുകളിലേക്ക് ഉണ്ടാവും, അവരിലേക്ക് ആ ന്യൂസ് എത്തിക്കുകയാണ്. പടം ഇറങ്ങി ഫസ്റ്റ് ഡേ അവർ തീരുമാനിക്കും ഇത് നല്ലതാണോ ചീത്തയാണോ ഓടണ്ടോ, അത്രേ ഉള്ളൂ. ഈ നുണക്കുഴിയിൽ വേറെ ഹ്യൂമർ, അപ്പാർട്ട് ഫ്രം ഹ്യൂമർ, ആളുകൾ ഏറ്റവും നോക്കിക്കാണുന്നത് കാസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പെർഫെക്റ്റ്, അതായത് ഇവർ ഇന്ന ആളുകളാണെന്ന് കണ്ടപ്പോൾ തന്നെ ഇതൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണെന്ന് ആളുകൾ തീരുമാനിച്ചു സിനിമ കാണുന്നതിന് മുന്നേ തന്നെ. അപ്പം എങ്ങനെയായിരുന്നു ആ കാസ്റ്റിംഗ് പ്രോസസ്സ്? ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ഓർഡറിൽ തന്നെ പറയാം. ഫസ്റ്റ് ഫിക്സ് ചെയ്ത കാസ്റ്റിംഗ് ബൈജു ചേട്ടൻ്റെയാണ്. അപ്പം ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ രശ്മിതയുടെ ക്യാരക്ടറൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോൾ ദൈവമേ ഇത് മലയാളത്തിൽ ആര് ചെയ്യും? കാരണം എനിക്ക് ഗ്രേസിൻ്റെ പേരും അല്ലെങ്കിൽ മുഖവും മനസ്സിലേക്ക് വരുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പം ഈ ഒരു പോലീസ് ക്യാരക്ടർ വന്നു. അങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പം ഡയലോഗൊക്കെ പതുക്കെ ഞാൻ ബൈജുവിൻ്റെ ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, ആ ലൈനിലേക്ക് എൻ്റെ ഡയലോഗ് വായന വന്നു, മുഖം വന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ധാരണയായി. അത് കഴിഞ്ഞപ്പം മറ്റേ ഇതിൻ്റെ ക്യാരക്ടർ, മറ്റേ ബേസിലിൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറിനകത്ത് ഒരു ക്യൂട്ടായിട്ടുള്ള കുട്ടിത്തം മാറാത്ത ഒരു പണക്കാരൻ, കുറച്ച് എന്താ പറയുക, ഇത് പിന്നെ പെട്ടെന്ന് കണ്ട ആരും ഇങ്ങനെ വലിയൊരു റിച്ച് മാൻ, ഒരു കാശുള്ള ഒരാളെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ കോംപ്ലക്സ് ഒക്കെ ഉണ്ട്.
അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ 2 ഇത് വന്നു. അപ്പോൾ എന്നിട്ട് അവിടെ ഞങ്ങളെല്ലാവരും ഒരു ടീം ഇരുന്ന് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ചെയ്യുന്ന ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ രശ്മിത ആര് ചെയ്യും, രശ്മിത ഇത് കാരണം ഹ്യൂമറിൽ പ്രസൻറ്റ് ചെയ്യണം അതാണ്. അപ്പോൾ കൃഷ്ണകുമാർ അവിടെ നിന്ന്, അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ പേരുകൾ ഇങ്ങനെ വരുന്നത്, പെട്ടെന്ന് കൃഷ്ണകുമാർ അവിടെ നിന്നിട്ട് വരുന്നു, നമ്മുടെ ഗ്രേസ് ആൻ്റണി. ഓക്കെ ഫിക്സ് എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മനസ്സിലേക്ക് വന്നത് ഏതാണെന്നറിയോ, മറ്റേ ആ സിനിമയില്ലേ കനകം, അതെനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ഫിക്സ് അത് ഓക്കെ പക്ക. ഇത് 3 ഏറ്റവും അധികം ഫിക്സ് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് നമ്മളെടുത്തു. പിന്നെ അതിനകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, പക്ഷെ ഇപ്പോൾ വലിയ ഹിറ്റുകളൊന്നും വെച്ചാൽ ഡൗൺ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു പേഴ്സണാലിറ്റിയും ഒരു ഇതൊക്കെ ഉണ്ട്, മനോജ് ചേട്ടൻ, അങ്ങനെയൊക്കെ ആ രീതിയിൽ. എന്തായാലും അടിപൊളി കാസ്റ്റിംഗ് ആണ്. സാർ ഇങ്ങനെ പറയണ ഭയങ്കര സന്തോഷമാവും കേട്ടോ. താങ്ക് യു സോ മച്ച്. ഐ എം ഹാപ്പി ഫോർ യു ടു. കേൾക്കുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ മുന്നുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ കേട്ടപ്പോഴാണെങ്കിലും മോള് പറഞ്ഞു എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ മക്കളുടെ ഇൻപുട്സ് എടുക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഞാൻ മക്കളുടെ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞപ്പോൾ ഈ കഥ ആദ്യമായിട്ട് കൃഷ്ണകുമാർ പറയുമ്പോൾ എൻ്റെ മൂത്തയാൾ സൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് എന്ന് തോന്നി. എന്നെ കഥയേ ഉള്ളൂ. കുറച്ച് ഇൻസിഡൻസും പറഞ്ഞു. ഞാൻ വെച്ചാൽ മോളോട് ചോദിച്ചു ഇതിൻ്റെ രസമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ജനറേഷൻ്റെ ഒരു ഇതാണ് കിട്ടുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഈയിടെ നേര് എന്ന് പറയുന്ന സിനിമ ഞാനും ശാന്തി ആണ് എഴുതിയത്, ഞാനിവിടെ കൂടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 20 പേരുടെ മുമ്പിൽ ഇതങ്ങ് വായിക്കുകയാണ്. 20 പേര് വായിക്കാൻ കൊടുത്തിട്ട് ഇവരുമായിട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് തോന്നിയ പ്രശ്നങ്ങളെല്ലാം പറയും. ഇത് തന്നെ നുണക്കുഴിക്കും ഉണ്ടായി. അവിടെ ഇരുന്ന് ചർച്ച ചെയ്യും, ഈ പ്രശ്നമുണ്ട്, ഇങ്ങനത്തെ ഒരു ലോജിക്കൽ പ്രശ്നമുണ്ട്. ഇപ്പം ഇതിന് അത്രയും ലോജിക്ക് നോക്കണ്ട, ഇതൊരു ഹ്യൂമർ സിനിമ ആയതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്സ് എടുത്ത് അതിനകത്ത് ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടേ ഉള്ളൂ. അവർക്ക് വരെ വായിക്കാനായിട്ട് അവർ വരെ ഇരിക്കും ഇതിനകത്ത്, അവരുടെ ഒപ്പീനിയൻ പറയും. അപ്പം ഞാൻ പറയും, മുഖത്ത് നോക്കി ചേട്ടാ എനിക്ക് പടം ഇഷ്ടമായില്ല. അല്ലേ സാറേ, ഒരു ബഹുമാനത്തോടെ പറഞ്ഞു, താനെന്താടോ അങ്ങനെ പറയണ്ട, ബഹുമാനത്തോടെ പറയുക, സാറേ എനിക്കിത് വർക്കായില്ല, ഒരു കുഴപ്പമില്ല പറയാം. പക്ഷെ അത് കാരണം നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാം ഇരുന്നുണ്ട് സൂപ്പറാണ് എല്ലാം സൂപ്പർ എന്ന് പറയുന്നയാൾ നമ്മുടെ നാശത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫീഡ്ബാക്സ് എടുക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഇച്ചിരി ഏജുള്ള ആൾക്കാർക്കും ഈ സിനിമ കാണിക്കുകയോ അല്ലെങ്കിൽ വായിക്കാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യും. കാരണം ആ ജനറേഷൻ്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അത്രയും എക്സ്റ്റെൻസീവായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ കൊടുത്ത സിനിമ ദൃശ്യം 2 ആണ്. കാരണം അതുപോലെ എനിക്ക് പ്രഷറുണ്ടാകും. ഇവൻ അഭിനയിക്കുമ്പോൾ പോലും നമ്മളുടെ അടുത്ത് വന്ന് സാറ് തനിക്ക് എങ്ങനെ തോന്നണേ എന്നുള്ള രീതിയിൽ സാർ ചോദിക്കും. അത് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ എന്നുള്ളത് സാറിൻ്റെ ചോയ്സാണ്. പക്ഷെ എന്നാലും നമ്മളുടെ അടുത്തത് ചോദിക്കാനുള്ളൊരു ഇത് കാണിക്കാറുണ്ട്, എസ്പെഷ്യലി മക്കളുടെ 2 പേരുടെ അടുത്തും. ഇളയാൾ എപ്പോഴും ഉണ്ടാവും ലൊക്കേഷനിൽ. അപ്പം ഇടയ്ക്ക് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നൊക്കെ കാണാം, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പുള്ളിക്കാരി. കാരണം എന്താ പറയുക, ദൃശ്യം ഇച്ചിരി സമയം കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ദൃശ്യം 2 ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൊറോണ സമയമാണല്ലോ, ആ സമയത്ത് ഭയങ്കര ഇതൊക്കെ ആയതുകൊണ്ട് അവസാനം അതിനകത്ത് കുറച്ച് പിള്ളേർ വീട്ടിൽ വരുന്നുണ്ടല്ലോ, എസ്തറിൻ്റെ ഫ്രണ്ട്സ് വരുന്നു. അതിനകത്ത് എൻ്റെ മോളൊക്കെ ഉണ്ട്. അപ്പം എസ്തറും മോളും ഒക്കെ ഇവിടെ ഈ രാജേരിയിലാണ് പഠിച്ചത്. അപ്പോൾ അവർ തന്നെ ഫ്രണ്ട്സിനെ വിളിച്ചു. കാരണം ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആരും ഉണ്ടാകാൻ പാടില്ല, അപ്പം നമുക്ക് ഉറപ്പുള്ളവരായിരിക്കണം. അപ്പോൾ അവരെയൊക്കെ വിളിച്ചു, ഇത് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡൈനിങ് ടേബിളിൽ പിന്നെ ലാലേട്ടനും മറ്റേ മീനയും ഇരിക്കുന്നു, ആൺപിള്ളേരെല്ലാം ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പെൺപിള്ളേരെല്ലാം കൂടെ കൂടി മറ്റേ കുക്ക് ചെയ്ത്, അപ്പോൾ എസ്തറും പിന്നെ അൻസിബ എല്ലാവരും കൂടെ അവരിങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവരുന്നു. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു വൈകുന്നേരം ആയപ്പം റൂമിലെത്തിയപ്പം കെറ്റീന എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഡാഡി അതെ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്തൊരു ഡിസ്കഷൻ ഉണ്ടായി. ഞാൻ ചോദിച്ചു ഓക്കെ എന്താണ്? അതെന്നാ ഈ പെൺകുട്ടികളെ തന്നെ സെലക്ട് ചെയ്ത് കിച്ചണിൽ നിന്ന് ഇതെടുത്തുകൊണ്ട് വരാൻ? ഞാൻ മനസ്സിലായില്ല. അല്ല ഈ ആൺകുട്ടികളെല്ലാം കൂടെ ഡൈനിങ് ടേബിളിലായിരുന്നു, പെൺകുട്ടികളെ തന്നെ എന്തിന് ഇത് ചെയ്തു? അങ്ങനെ ഉണ്ടോ? പെൺപിള്ളേരെ ഇതെടുത്തുകൊണ്ട് വരും. ഞാൻ പിന്നെ പൊന്നു മോളെ, ഞാൻ ഈ പഴയ ആളായതുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെയാണ് പെൺപിള്ളേരെ കൊണ്ടുവന്ന് വെക്കുന്നത്. പക്ഷേ എനിക്ക് ആ പുതിയ ഇതിൻ്റെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഞാൻ ചോദിച്ചു നിനക്ക് അവിടെ വെച്ച് പറയാൻ മേലായിരുന്നോ? അല്ല അത് പിന്നീട് ആ ഡിസ്കഷൻ വന്നത്. പിന്നെ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഡാഡി അത് ഞാൻ പറയാമായിരുന്നെങ്കിൽ ഞാനത് മാറ്റിയേനെ, കുറച്ച് ആമ്പിള്ളേരെ കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്താനെ. ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ വേറെതാണ്. നമ്മൾ ഒരു ദുരുദ്ദേശപരമായിട്ടല്ല ചിന്തിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ളവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കണം. ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ എന്താണ് നമുക്കറിയില്ല. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിയാൻ മേലാത്തതുകൊണ്ട്. അത് ശരിക്കും എന്താ പറയുക, അങ്ങനെ ഒരു ഇൻപുട്ട് തരാനുള്ളൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സിനിമ എന്ന് പറയുന്നതേ ഒരു ടീം വർക്കാണ്. ഇപ്പം നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഈ കോമഡി സിനിമയിൽ നല്ലൊരു സ്ക്രിപ്റ്റ് കൃഷ്ണകുമാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡയറക്ടറേക്കാൾ ഇമ്പോർട്ടൻസ് ആക്ടേഴ്സ് തന്നെ.
അവർ നന്നായിട്ട് പെർഫോം ചെയ്യണം. അതിൻ്റെ ടൈമിങ്, പ്രസൻറ്റ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ടെക്നീഷ്യൻസ്, നല്ല മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലെങ്കിൽ ഇത് സിനിമ മോശമാകാം. നല്ല എഡിറ്റിങ്, ഫോട്ടോഗ്രാഫി, മേക്കപ്പ്, കോസ്റ്റ്യൂം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബേസിക്കലി സിനിമ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അപ്പോൾ ആസ് എ ഡയറക്ടർ ഞാൻ എല്ലാവരുടെയും സജഷൻ എല്ലാം കേട്ടിട്ട് അതിൽ നിന്ന് നല്ലതെല്ലാം ചൂസ് ചെയ്ത് എൻ്റേത്. പിന്നെ ചിലയിടത്ത് എനിക്കൊരു കൺവിക്ഷൻ ഉണ്ട്, ഓക്കെ ഇത് മതി, ഞാനത് കോൺഫിഡൻ്റ് ആണ്, ഞാൻ പറയും ഇത് മതി എന്ന് പറയും. പക്ഷെ ഞാൻ എടുക്കും. നമുക്ക് ആ ഒരു ഈഗോ ഉണ്ടാകാൻ പാടില്ല. അതിപ്പോൾ ഇപ്പോൾ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ മറ്റേ ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ, ഇത് അങ്ങനെ ചെയ്യുന്നതാണോ ഇങ്ങനെ ചെയ്യുന്നതാണോ നല്ലതെന്ന് പറഞ്ഞാൽ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആർക്കും ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ചായ കൊടുക്കാൻ ഒരു പയ്യൻ നമ്മുടെ പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എടാ ഒരു അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, സാറേ അത് ഇതല്ലേ നല്ലത്, നിനക്ക് അങ്ങനെയാണോ, നമുക്ക് അതിൽ പോവാം. അങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്തു. മീൻസ് അതാണ് നമുക്ക് ഈ അല്ലാതെ ഈ മറ്റേ മൂത്താപ്പം എന്ന് പറഞ്ഞാലും ശരി അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഒരു സാധാരണക്കാർക്കൊക്കെ ഇപ്പം പ്രത്യേകിച്ച് മലയാളത്തിൽ അവരൊക്കെ അപ്ഡേറ്റഡ് ആണ്. അപ്പം ഫീഡ്ബാക്സ് എടുത്ത് നല്ല രീതിയിൽ ഒരു ടീം വർക്കായിട്ട് സിനിമ ചെയ്യുക, അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ബീയിങ് ഇൻ ദാറ്റ് മെൻ്റൽ സ്പേസ് ടു എന്താ പറയുക, ലെറ്റ് ഗോ യുവർ ഈഗോ ആൻഡ് എന്താ പറയുക വർക്ക് നന്നായിട്ട് വരിക എന്ന് പറയുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത്? എല്ലാവർക്കും കിട്ടും, എനിക്ക് മാത്രമല്ല. ഇപ്പം ഈ നുണക്കുഴി എന്ന് പറയുന്ന പടം ഓടി, ഇതിൻ്റെ ഗുണം ഇതിനകത്ത് അഭിനയിച്ചവർക്കും ഇതിനകത്ത് വർക്ക് ചെയ്തവർക്കും എനിക്കും എല്ലാവർക്കും കിട്ടും. ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ മാത്രമല്ല, കരിയർ വൈസും എല്ലാം. പിന്നെ ഒരു കുറേ ആൾക്കാരുടെ എഫേർട്ടാണ് അല്ലേ? അതെ അതെ. ഈ ഇപ്പോൾ മലയാളം സിനിമ എന്ന് പറയുന്നത് എന്തായാലും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിൽ എത്തി നിൽക്കുകയാണ്. സോ ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എൻ ഡയറക്ടർ ഇനി മുന്നിലേക്ക് പോകുമ്പോൾ ഡു യു ഫീൽ ലൈക്ക് അതൊരു ചലഞ്ചായിട്ട് തോന്നുന്നുണ്ടോ, അതോ ദിസ് വാസ് ദ ബെസ്റ്റ് ടൈം, എന്തായാലും നല്ലൊരു ടൈമിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാഴ്ചപ്പാട്ടിലാണോ ഇതിനെ നോക്കിക്കാണുന്നത്? സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ, ഇപ്പോൾ നമ്മളൊരു സിനിമ സെലക്ട് ചെയ്യുന്നത് പോലും സിനിമ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ സിനിമയെ ചൂസ് ചെയ്തുകൊണ്ടല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അങ്ങനെ ചലഞ്ച് സിനിമയ്ക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല, അത് ഓരോ വ്യക്തികൾക്ക് അത് തോന്നുള്ളൂ, ഒരു പ്രഷറും ഒരു ചലഞ്ചും ഒക്കെ. സിനിമ എപ്പോഴും സിനിമ തന്നെയാണ്, അന്നും ഇന്നും എന്നും. അപ്പം നമ്മൾ പണി വൃത്തിയായിട്ട് എടുക്കുക, അപ്പം കുറേ ലോങ് റണ്ണിലേക്ക് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മൾ ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥതയോടുകൂടെയും ഇഷ്ടത്തോടുകൂടെയും ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തി നമ്മുടെ വർക്കിൽ മറ്റൊരാൾക്കൊരു ഹാപ്പിനെസ്സും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ തിങ് ആണ്, അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് അല്ല. അപ്പം അതിനെ ഭയങ്കര ഒരു ക്യൂറ് പോലെ നമ്മൾ കൊണ്ടുനടക്കണം. അല്ലാതെ അതിൽ ഭയങ്കര ഈഗോ ക്രിയേറ്റ് ചെയ്തു, ഇതിൻ്റെ ചലഞ്ചാണ്, ഇൻഡസ്ട്രിയിൽ എനിക്ക് നിൽക്കണം, അതിൻ്റെ ഒരു പ്രഷറാണ്, അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് അധികം നാളത്തേക്ക് പോവില്ല. പിന്നെ എപ്പോഴും ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് നെവർ എവർ ഡു ഇറ്റ് ഫോർ ഫ്രീ. അതൊരു ഞാൻ എപ്പോഴും മനസ്സിൽ കാണുന്നൊരു സംഭവമാണ്. അത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സിനിമകളും പൈസയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യില്ല. ചില സിനിമകൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് നോക്കിയിട്ടല്ല. അപ്പം നല്ല സിനിമകളുടെ ഭാഗം ചെറിയൊരു പോർഷൻ പോലും ആണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. അത് പണം മാത്രമല്ല, അതിൽ നമുക്ക് വേറെ എന്തൊരു സാധനം അതിനകത്ത് നിന്ന് കിട്ടും. അപ്പം അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. നെവർ ഡു ഇറ്റ് ഫോർ ഫ്രീ എന്ന് പറയുന്നത് പൈസ മാത്രമല്ല, നെവർ പണം മാത്രമല്ല, അതിൻ്റെ ഒരു കിക്ക് വേറൊരു സാധനമുണ്ട്. എക്സാക്ട്ലി. രണ്ടുപേരോടും കൂടിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ഒരുപാട് വർക്ക്സുകൾ ആളുകൾ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിവാർഡിംഗ് ആയിട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് യു ഫീൽ വെരി പ്രൗഡ് എന്ന് തോന്നുന്ന കാര്യം എന്താ? ഒരു സിനിമ. മൈ ഗോഡ്, ഐ ഫീൽ സോ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. അത് എനിക്ക് ഭയങ്കര ഉറച്ച് പറയാൻ പറ്റും. കാരണം ഞാനിപ്പോൾ എൻ്റെ സ്വപ്നത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാറ് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ജനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ സിനിമ അടിയാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ പറയുന്നതാണ്, എനിക്ക് വേറൊരു പണിക്കും പോകണ്ട, എനിക്ക് സിനിമാ നടി ആയാൽ മതിയെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ചെറുപ്പം മുതൽ ടീച്ചേഴ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും പറയടി നീ പഠിച്ച് വല്ല ജോലിയൊക്കെ ചെയ്യുന്നുള്ളത് ആദ്യമേ പറയാറുണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, ഇതിൻ്റെ വഴി ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ പാരൻസ് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഓഡിഷൻസ് പോകുമ്പോൾ പപ്പയെ കൂടെ വരിക, ആദ്യത്തെ ടൈമൊക്കെ ഷൂട്ടിന് വരുമ്പോൾ അമ്മയെ കൂടെ വരിക.
അപ്പോൾ അങ്ങനെ എല്ലാത്തിനും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് ഭയങ്കര പ്രൗഡാണ്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. അപ്പം എനിക്ക് ആസ് എൻ ആക്ടറൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോട്ടർ എന്ന രീതിയിൽ പോലും എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റും എൻ്റെ വർക്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത്. സോ ഗ്രേറ്റ്. സാറിന് ക്വസ്റ്റ്യൻ മറന്നു, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ലോസ്റ്റ് ആയിരുന്നു. അതായത് ആളുകൾ ഒരുപാട് നമ്മുടെ വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ദൃശ്യമാണെങ്കിലും മൈ ബോസ് ആണെങ്കിലും ഒത്തിരി സിനിമകൾ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോർ യുവർ സെൽഫ് എന്താ പറയുക, ഭയങ്കര റിവാർഡിങ് ആയിട്ടുള്ളൊരു സിനിമയാകാം, അല്ലെങ്കിൽ ഫീൽ ദ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ് എന്ന് തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സിനിമ. എനിക്ക് ഒരു പക്ഷേ അത് ഞാൻ പറയുന്ന പേര് ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും. ഞാൻ അതിൻ്റെ അർത്ഥം ബാക്കി ഞാൻ ചെയ്ത സിനിമകളൊന്നും മോശമാണെന്നോ എനിക്കതല്ലെന്നോ അല്ല. ഞാനിപ്പോഴും ഒരു പേഴ്സണലി ഞാൻ ചേർത്ത് പിടിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെയ്തൊരു പടം മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ ചെയ്തിരുന്നു. കാരണം അത് ഭയങ്കര ലൈഫിൽ നിന്ന് എടുത്ത മൊമെൻറ്റ്സും അത് ഒത്തിരി പേർക്ക് ഗുണങ്ങൾ. അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് എന്നെ ഒരു ഫംഗ്ഷന് വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സൈക്കോളജിസ്റ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഒരു വണ്ടിയിലാണ് എറണാകുളത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി ഇരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ജിത്തു ഏതെങ്കിലും സൈക്കോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത്, അതിനകത്തൊരു സൈക്കോളജിസ്റ്റ് പറയുന്ന വലിയ ഡയലോഗൊക്കെ ഉണ്ട്, ഡിസ്കസ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡിസ്കസ് ചെയ്യാതെയാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്ന്. ഞാനിരുന്ന് എനിക്ക് വായി തോന്നിയതൊക്കെ എഴുതി എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാട്. അല്ല പക്ഷേ അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഇല്ല കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. ഞാൻ ആ പടം കാണാൻ കാര്യം ആ സമയത്ത് വേറൊരു പടം അവിടെ ഓടുന്നുണ്ട് ഇതുപോലെ ഫാമിലി. ഞാൻ അതിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, ഇല്ല ട്രെയിലർ മമ്മി ആൻഡ് മീ എന്ന സിനിമയാണ്, അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അതിനകത്ത് ഡയലോഗ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കഥയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ആ സിനിമ കണ്ടു. ഞാനിരുന്ന് കണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു വന്നു. എൻ്റെ ആ തിരിച്ചുള്ള ഡ്രൈവിങ്ങിൽ ഞങ്ങളധികം സംസാരിച്ചില്ല, ജസ്റ്റ് എന്തോ പറഞ്ഞു, പിന്നെയും വേണ്ടിയില്ല. ഞാനല്ലെങ്കിൽ എനിക്ക് വല്ല ഇമെയിലിൻ്റെയോ എന്തെങ്കിലും ഈ ടെക്നിക്കൽ കാര്യം വരുമ്പോൾ ഇവനോട് ചോദിക്കും, അമ്മ അതങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്ന അവൻ ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നു. കാരണം അവൻ എവിടെയോ ഒരു അമ്മയുടെ പെയിൻ അവന് കിട്ടി, അതിൻ്റെ ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ വന്നു. എന്നിട്ട് പറഞ്ഞു 3-4 ദിവസമേ ഉള്ളൂ, അത് എനിക്ക് എൻ്റെ പഴയ ആയെന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് എനിക്ക് വന്നൊരു സന്തോഷം എന്ന് പറയും, എൻ്റെ സിനിമ ഭയങ്കരമായിട്ടും പലരും മനസ്സിൽ. എന്നെ ഒരു മലപ്പുറത്തുനിന്ന് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മോനെ ഞാൻ സിനിമ കണ്ടു, അങ്ങനെ ഇങ്ങനെയാണ്. അത് എൻ്റെ മോക്ക് അവൾക്ക് ഓരോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൾ നടക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇത് വെച്ച് അങ്ങനെ ഡ്രസ്സ് ഇടാൻ പാടില്ല. അപ്പോൾ ഇവളോട് പറഞ്ഞാൽ മനസ്സിലായില്ല, ഞാൻ അവളോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കതിനുള്ള ക്വാളിഫൈഡ് അല്ല. ഞാൻ പിന്നെ ഇങ്ങനെ സൈക്കാട്രിസ്റ്റ് ഒന്നും അല്ല പഠിച്ചത്. എന്നാൽ ആ സിനിമയിലേക്കല്ല ഡോക്ടറെ നമ്പർ തന്നാലും മതി. ഞാൻ പറഞ്ഞു പുള്ളി ക്വാളിഫൈഡ് അല്ല, പുള്ളി ഒരു ആക്ടർ മാത്രം. അപ്പം അത് എത്രത്തോളം ആ സിനിമ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കുടുംബത്തിലെ എൻ്റെ അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ, അതായത് മെസ്സേജോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഫിലിം മേക്കർ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ അത്രയും റിവാർഡിങ് ആയിട്ട് അത്രയും ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്ന സിനിമ അമ്മി അമ്മയാണ്. ഞാൻ ചിരി വരാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനും ആ സിനിമ 2-3 ദിവസം അങ്ങനെയായിരുന്നു. ഞാൻ ഇങ്ങനെയാണല്ലേ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊരു തേർഡ് പേഴ്സൺ വ്യൂവിൽ നിന്ന് കാണുമ്പോഴാണ് നമ്മളുടെ രണ്ടുപേർക്കും അമ്മമാർക്കും പെമ്മക്കൾക്കും കണ്ണ് തുറപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, അമ്മയോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കയർത്ത് സംസാരിക്കുന്നത്, ബഹളം വെക്കുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലായി. അതായത് ഇപ്പൊ എന്റെ അനിയത്തി, അതായത് കസിൻ സിസ്റ്റർ, അവളുടെ അമ്മയോട് ബഹളം വെക്കുമ്പോഴാണ്, ഓ ഞാൻ ഇങ്ങനെ ഇരിക്കുമല്ലേ ബഹളം വെക്കുന്നേ എന്ന് നമുക്ക് ആ തേർഡ് പേഴ്സൺ വ്യൂ കിട്ടിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം മോശമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇത് ഹേർട്ടിങ് ആണ് എന്ന് മനസ്സിലാവുന്നത്. അത് ശരിയാ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ വരുന്ന എല്ലാ ഗസ്റ്റുകളോടും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് നമ്മളുടെ ലൈഫിൽ, അതായത് ഇപ്പം ഗ്രേസിൻ്റെയും സാറിൻ്റെയും ലൈഫിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത, അതായത് ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബുക്കാവാം, സിനിമയാകാം, ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ആകാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈഫ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ടെന്നുള്ളതാണ് നമ്മുടെ ഇല്ല ഫുൾ നമ്മളുടെ ഒരു ആസ് എ പേഴ്സൺ ഇൻ ലൈഫ് ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിലപ്പോൾ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കാം മാറിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഇൻഫ്ലുവൻസ് അങ്ങനെ പറഞ്ഞാലും. ഓഫ് കോഴ്സ് എനിക്കൊരാളേ ഉള്ളൂ, എൻ്റെ ഫാദറാണ്. കാരണം എന്നെ നേരെ ജീവിതത്തിൽ എന്നെ അത് ഉപദേശിച്ചിട്ടില്ല, പുള്ളി ജീവിച്ച് കാണിച്ചു തന്നു എങ്ങനെയായിരിക്കണം ഒരു നല്ല മനുഷ്യനെന്ന്. നേരത്തെ ആ ലെവലിലേക്കൊന്നും ഞാൻ ആയിട്ടില്ല. പിന്നെ ഫാദറിൻ്റെ ഭയങ്കര ക്ഷമയുള്ള മനുഷ്യനായിരുന്നു. അതിന് ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഫാദറിൻ്റെ ആണ്ട് കുർബാന
ഒരു അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് ഒപ്പീസൊന്നും ചെല്ലുന്നതല്ലോ അല്ല കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് അത്ര സ്നേഹവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കില്ലാത്തതും ആ വ്യക്തിക്കുണ്ടായിരുന്ന ഉള്ളതുമായ ഒരു നല്ല ഗുണം സ്വന്തമാക്കാമെന്ന്, ഒരു ക്വാളിറ്റി. അപ്പോൾ ഞാൻ ആലോചിച്ചു അത് ക്ഷമയാണ്. കാരണം ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. പക്ഷെ അതൊന്ന് ലൈഫിൽ അതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ എന്ത് പാടാന്നറിയോ. ഇപ്പോഴും ഞാൻ സക്സസ്ഫുൾ ആയിട്ടില്ല, പക്ഷെ ഞാൻ ഒത്തിരി മാറി, ഒത്തിരി അതിനുവേണ്ടി എഫേർട്ട് ഇട്ടു. കാരണം ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിലേക്ക് കാണുന്നില്ലേ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റെ ഫാദർ ചെയ്യുന്നതാണ്. ഇപ്പം ഞാനത് വീട്ടിൽ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം എടാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോടാ എന്നല്ല പറയുന്നത്, അദ്ദേഹം കാണിക്കുകയാണ്. അതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് പറയും, എല്ലാം ഇങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നു. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ നമ്മളത് എടുത്ത് അതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ താമസം വരും, പക്ഷെ അത് ലൈഫ് ലോങ് അങ്ങ് തറച്ച് കിടക്കും. എൻ്റെ ലൈഫിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ ഫാദർ. എനിക്ക് അങ്ങനെ ഒരാളെ പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഞാനിപ്പം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച സമയം തൊട്ട് തന്നെ ഞങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊന്നും അങ്ങനെ അത്ര വലിയ സക്സസ്ഫുള്ളൊന്നും ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ പപ്പ, അമ്മ, പിന്നെ എന്നെ ഡാൻസ് പഠിപ്പിച്ച എൻ്റെ ഒരു ടീച്ചറുണ്ട് നിഷ സുഭാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവരെല്ലാവരും എൻ്റെ ലൈഫിൽ തന്നിരിക്കുന്ന അവരുടെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ പോലും ഇത് ഭയങ്കരമായിട്ട് എന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ടുള്ള റീസണാണ്. അതുപോലെ തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കിതിനെപ്പറ്റി ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല. കാരണം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഇങ്ങനെ സിനിമയിലേക്ക് വന്നിട്ടുള്ള ആരുമില്ല. അപ്പം ഞാൻ തുടങ്ങിയ സമയം മുതൽ എന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നിങ്ങനെ, എൻ്റെ കൂടെ നിന്നിരുന്ന ഒരു ഫ്രണ്ടുണ്ട്, ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം എനിക്കറിയാത്ത പല കാര്യങ്ങളും എന്നെ ഇതിങ്ങനെ ചെയ്താൽ മോശവും, ഇന്ന ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കണം, നമ്മളുടെ ഒരു എന്താ പറയുക ഈഗോ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥത വെച്ചിട്ട് നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് പല രീതിയിലും നമ്മുടെ പ്രൊഫഷനെയും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും ബാധിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഈവൻ സിനിമയിൽ പോലും നമ്മൾ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് ആൾക്കാർ പറയുന്നത് എൻ്റെ ആൻറ്റിമാരും അവരൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആൾക്കാർ ചെറുതായിട്ട് വന്നു പോയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് പേഴ്സണലി എനിക്കൊരു കോൺഫിഡൻസും എന്നെ ഇമോഷണൽ ഞാനൊന്ന് ഡൗൺ ആകുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ആ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര എനിക്ക് ഒരുപാട് നല്ല സുഹൃത്ത് വലയങ്ങളൊന്നുമില്ല. സിനിമയിലാണെങ്കിൽ പോലും പുറത്താണെങ്കിൽ പോലും അധികം സുഹൃത്തുക്കൾ എനിക്കില്ല. അപ്പോൾ ഉള്ള വളരെ ചുരുക്കം ആൾക്കാരിൽ എനിക്ക് ഏറ്റവും ഇന്ന ആളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആവുന്ന ഒരു ഫീലില്ലേ, നമുക്ക് എന്തും പറയാം ഇവരുടെ അടുത്ത്. അല്ലെങ്കിൽ ഇന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ അവർ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് എനിക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്ന അപ്പോഴായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇന്ന ആൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അപ്പം ഈ വ്യക്തികളൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബുക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇക്കിഗായി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെയാണ്. കൊള്ളാം. രണ്ടുപേരുടെ ആൻസേഴ്സ് ഭയങ്കര എന്തായിരുന്നു ഫുൾഫില്ലിങ്, എന്താ പറയുക ഹാർട്ട് ഫില്ലിങ്, അങ്ങനെ ഒരു ആൻസേഴ്സാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ പറഞ്ഞതിലും കൂടുതൽ സമയം എടുത്തു. എന്തായാലും നുണക്കുഴി കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. നുണക്കുഴ മറന്നില്ലല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.